എക്സാം കാപ്സ്യൂൾ. എല്ലാ ശ്രോതാക്കൾക്കും എക്സാം കാപ്സ്യൂളിലേക്ക് സ്വാഗതം. ഇന്ന് HST മാത്തമാറ്റിക്സ് പരീക്ഷയുടെ 6ാം മൊഡ്യൂളിനെ കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് ടീച്ചേഴ്സ് അക്കാദമിയുടെ മാത്തമാറ്റിക്സ് കോഴ്സ് കോർഡിനേറ്റർ അക്ഷയ് കുമാർ. അവസാന 3 മൊഡ്യൂളുകളിൽ ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിച്ച സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. കഴിഞ്ഞ HST പരീക്ഷകളിൽ മാത്തമാറ്റിക്സിനോടൊപ്പം തന്നെ പ്രാധാന്യം സ്റ്റാറ്റിസ്റ്റിക്സിനും നൽകി വരുന്നതായി കാണുന്നു. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്തു നിന്നും ഏകദേശം 30 മുതൽ 40 ചോദ്യങ്ങൾ വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. HST മാത്തമാറ്റിക്സ് മൊഡ്യൂൾ 6-ൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാഥമിക തലം മുതൽ പ്രോബബിലിറ്റി അഥവാ സംഭവ്യത വരെയുള്ള ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡാറ്റ റെപ്രസെന്റേഷൻ, ഡയഗ്രാംസ്, ഗ്രാഫ്സ്, ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ, സ്ക്യൂനെസ് ആൻഡ് കുർട്ടോസിസ്, പ്രോബബിലിറ്റി എന്നിവയാണ് ഈ മൊഡ്യൂളിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്രധാന ഭാഗങ്ങൾ. സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു മൊഡ്യൂളാണിത്. ഡാറ്റകളുടെ വർഗീകരണവും പട്ടികപ്പെടുത്തലും ആവർത്തി പട്ടികയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നുണ്ട്. വിവിധ തരത്തിലുള്ള ഡയഗ്രാംസ്, ഗ്രാഫ്സ് എന്നിവ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ബാർ ഡയഗ്രാം, സബ്ഡിവൈഡഡ് ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാംസ്, ആവർത്തി ബഹുഭുജം അഥവാ ഫ്രീക്വൻസി പോളിഗൺസ്, ആവർത്തി വക്രങ്ങൾ അഥവാ ഫ്രീക്വൻസി കർവ്സ്, സഞ്ചിതാവൃത്തി വക്രം അഥവാ ഒജീവ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓരോ തരത്തിലുള്ള ഡാറ്റയ്ക്ക് അനുയോജ്യമായ ഡയഗ്രാംസ് ഏതെന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കണ്ടുവരുന്നു. വിവിധ തരം കേന്ദ്ര പ്രവണതാമാനങ്ങൾ അഥവാ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മാധ്യം അഥവാ മീൻ, മധ്യാങ്കം അഥവാ മീഡിയൻ, മോഡ്, ജാമിതീയ മാധ്യം അഥവാ ജോമെട്രിക്കൽ മീൻ, സന്തുലിത മാധ്യം അഥവാ ഹാർമോണിക് മീൻ എന്നിവയുമായെല്ലാം ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരമായി കണ്ടുവരുന്നുണ്ട്. ഇവയോരോന്നും കാണുന്ന രീതിയും അവയുടെ മേന്മകളും പോരായ്മകളും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. കൂടാതെ ഓരോ കേന്ദ്ര പ്രവണതാമാനങ്ങളും ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാമെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഒരു ട്രെയിൻ യാത്രയുടെ വിവിധ ഘട്ടങ്ങളിലെ വേഗത അറിയാമെങ്കിൽ ശരാശരി വേഗത കണക്കാക്കുന്നതിനു വേണ്ടി ഏത് കേന്ദ്ര പ്രവണതാമാനം ആണ് ഉചിതം എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കണ്ടുവരുന്നു. 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ ഈ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ വിവിധ പ്രകീർണന അളവുകളായ പരിധി അഥവാ റേഞ്ച്, ചതുരാംശ വ്യതിയാനം അഥവാ ക്വാർട്ടൈൽ ഡീവിയേഷൻ, വ്യതിയാനമാദ്യം അഥവാ മീൻ ഡീവിയേഷൻ, മാനക വ്യതിയാനം അഥവാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരമായി കണ്ടുവരുന്നുണ്ട്. പ്രധാനപ്പെട്ട സ്ക്യൂനതയുടെ അളവായ കാൾപിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് കാണുന്നതിനുള്ള ചോദ്യങ്ങൾ സ്ഥിരമായി കണ്ടുവരുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ 2 മുതൽ 3 ചോദ്യങ്ങൾ വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ മൊഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് പ്രോബബിലിറ്റി അഥവാ സംഭവ്യത. ഇവന്റുകളും വിവിധ തരത്തിലുള്ള ഇവന്റുകളും ഇൻഡിപെൻഡൻസ് ഓഫ് ഇവന്റ്സ് എന്നീ ഭാഗങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. സംഭവ്യതയുടെ സങ്കലന നിയമം അഥവാ അഡീഷൻ തിയറം ഓൺ പ്രോബബിലിറ്റി, സൗപാധിക സംഭവ്യത അഥവാ കണ്ടീഷണൽ പ്രോബബിലിറ്റി, സംഭവ്യതയുടെ ഗുണന സിദ്ധാന്തം അഥവാ മൾട്ടിപ്ലിക്കേഷൻ തിയറം ഓഫ് പ്രോബബിലിറ്റി എന്നിവ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. +1, +2 ക്ലാസ്സുകളിൽ തുടങ്ങി ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്ന പ്രോബബിലിറ്റി കാണുന്നതുമായി ബന്ധപ്പെട്ട വിവിധ തലത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ബേസ് തിയറം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കഴിഞ്ഞ പരീക്ഷകളിൽ കണ്ടുവരുന്നുണ്ട്. പ്രോബബിലിറ്റിയുടെ ഭാഗത്തു നിന്നും സാധാരണയായി 5 or 6 ചോദ്യങ്ങൾ വരെ പ്രതീക്ഷിക്കാവുന്നതാണ്. HST മാത്തമാറ്റിക്സ് പരീക്ഷയുടെ 6ാം മൊഡ്യൂളിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത് കോഴിക്കോട് ടീച്ചേഴ്സ് അക്കാദമിയുടെ മാത്തമാറ്റിക്സ് കോഴ്സ് കോർഡിനേറ്റർ അക്ഷയ് കുമാർ. നാളെ HST മാത്തമാറ്റിക്സ് പരീക്ഷയുടെ 7ാം മൊഡ്യൂളിനെ കുറിച്ചുള്ള അധ്യായം കേൾക്കാം. എക്സാം കാപ്സ്യൂൾ.